ഒരു കാര്യം ഓർമ്മിക്കട്ടെ. പെരുവനം പൂരക്കാലത്ത് പെരുവനം ഉത്സവത്തിന് ഇരട്ടപ്പനെ എഴുന്നള്ളിക്കുമ്പോൾ പെരുവനത്ത് നിന്ന് ആറാട്ടുവിളക്ക് നടത്തുന്ന ആറാട്ടുപുഴയിലെ ഉത്സവപ്പാടം വരെ വെള്ളയും കരിമ്പടവും വിരിച്ച് വെറ്റില കൊണ്ട് പന്തലിട്ട് അത്രയ്ക്കും ആർഭാടമായ രൂപത്തിലാണ് എഴുന്നള്ളിച്ചു വന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ചെലവുകൾ മുഴുവനും തന്നെ ചേർപ്പുകാരും ചേർപ്പിൻ്റെ പ്രതിനിധിയായ ചിറ്റൂരുമലക്കാരുമാണ് ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അന്ന് ഈ പൂരത്തിൽ എല്ലാ നാട്ടുപ്രമാണിമാരും രാജാക്കന്മാർ പോലും പങ്കെടുക്കണം എന്ന് ഒരു നിർബന്ധമായ ഒരു കാര്യമായിരുന്നു. അത്രയ്ക്കും ജനപ്രാതിനിധ്യം അർഹിച്ചിരുന്ന ഒന്നാണ്. ആറാട്ടുപുഴ പൂരം. പെരുവനം ഉത്സവം നിന്ന് ആറാട്ടുപുഴ പൂരം ഉത്ഭവിച്ചു എന്നുള്ള കാര്യം പെരുവനം ഗ്രന്ഥവരിയിലൂടെ മുൻപറഞ്ഞ ശ്ലോകം ഉദ്ധരിക്കുമ്പോൾ അത് AD 583 ആ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുള്ള കൊല്ലം എന്നാണ് അറിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ 2014 1432 പൂരമായി പരിണമിക്കുകയാണ്. ഭിന്നിപ്പുകൾ തുടരെ ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ തുടർന്ന് ആദ്യം 61 ചുരുങ്ങുകയും വീണ്ടും അത് 24 പോവുകയും ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. ഇതിൽ ഒരു പൂരക്കാരെ തൃശ്ശൂരിൽ നിന്ന് വന്നിരുന്ന വിഭാഗക്കാരെ ഒരു കൊല്ലം ആറാട്ടുപുഴ പൂരത്തിന് വന്നപ്പോൾ അവർ 9 ദേവീദേവന്മാരോട് കൂടിയിട്ടാണ് വന്നിരുന്നത്. അവർ വരുമ്പോൾ അതിശക്തിയായ മഴ ഉണ്ടാവുകയും ആ മഴയെ തുടർന്ന് ഏതോ ഒരു ചക്കാലയ്ക്കൽ കയറി ഇരിക്കുകയും മഴ മാറിയതിന് ശേഷം ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളി വരികയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നപ്പോൾ ഇവിടത്തെ ആഢ്യത്വത്തിൻ്റെ പരമകോടിയിൽ ഇരുന്നിരുന്ന കുറെ ആൾക്കാർ അവർ ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് അവരെ പൂരം കഴിക്കുവാൻ സമ്മതിക്കാതെ വരികയുണ്ടായി. അവർ തിരിച്ചു പോവുകയുണ്ടായി. അതിനുശേഷമാണ് 200 കൊല്ലത്തിന് മുൻപ് ശക്തൻ തമ്പുരാന്റെ കാലത്ത് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് എന്നുള്ളതെല്ലാം ഇപ്പോൾ രേഖാമൂലം പറയാവുന്ന കാര്യങ്ങളാണ്. ഒരു പ്രത്യേകത അതിൽ കാണുവാൻ സാധിക്കുന്നത് ആറാട്ടുപുഴയിൽ വരുന്ന ദേവിമാരെല്ലാം ദുർഗമാരാണ്, കന്യകമാരാണ്. അതുപോലെ തന്നെ കന്യക എന്ന് പറയുമ്പോൾ പരാശക്തിയുടെ സങ്കല്പമാണ് കാണുന്നത്. എന്നാൽ തൃശ്ശൂർ പൂരത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഭാവനകളോടുകൂടിയ 2 ദേവിമാരെ എഴുന്നള്ളിച്ച് കാണുന്നുണ്ട്. ഒന്ന് പാറമേക്കാവ് ഭഗവതി, 2 തിരുവമ്പാടി ഭഗവതി. ഈ 2 പേരും യഥാർത്ഥത്തിൽ
ഭദ്രകാളി സങ്കല്പമാണ്. പ്രധാനികളായ രണ്ടു ദേവിമാരും സാധാരണ ആറാട്ടുപുഴ പൂരത്തിലോ ഇതിനു മുന്നേ പെരുമനം ഉത്സവത്തിലോ ഒരു ദേവിമാരും പങ്കെടുത്തിരുന്നില്ല എന്നാണ് പറഞ്ഞു പോരുന്നത്. അപ്പോ ഈ ദേവിമാര് ഭദ്രകാളികൾ എങ്ങനെ ഈ പൂരത്തിൽ വന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇത് നിർമ്മിച്ചത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാനോട് ചോദ്യമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇന്നത് 10 പൂരമായിട്ട് ആഘോഷിച്ചു വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇതിന് മറ്റൊന്ന് പറയുന്നത് കുട്ടനെല്ലൂർ ഭാഗത്ത് നിന്ന് 5 ദേവന്മാര് പങ്കെടുത്ത് അവിടെ തന്നെ പൂരം നടത്തുന്നുണ്ട്. അവർ ഇവിടെ പൂരം നടത്തിയിരുന്ന ആൾക്കാരാണ്. അതിൽ പ്രധാനപ്പെട്ട വീമ്പ്, ചേമ്പ്, പന, വളർക്കാവ്, കുട്ടനെല്ലൂര് എന്നിങ്ങനെ 5 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാര് ആണ്. അവർ ഇന്ന് കുംഭമാസിലെ പൂരം ആയിട്ടാണ് അവർ കൊണ്ടാടുന്നത്. ഇതും കൂടാതെ മാണിക്യമംഗലം ഭാഗത്ത് ആലുവായ്ക്കടുത്തുള്ള മാണിക്യമംഗലം, വേങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളില് 7-8 ദേവന്മാര് ആറാട്ടുപുഴയ്ക്ക് വന്നിരുന്നവര് ഈ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്തുണ്ടായ മാർഗതടസ്സം കാരണത്താലോ മുടക്കം കൽപ്പിച്ചുകൂട്ടി മുടക്കിയതിനാലോ അവരും ഇപ്പോ ഇങ്ങോട്ട് വരുന്നില്ല. മാർഗതടസ്സം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അവരും ഇപ്പോൾ ഈ മീനമാസത്തിൽ, ഈ മാസത്തിൽ തന്നെ വേറൊരു ദിവസം പൂരം നടത്തി വരുന്നുണ്ട്. മറ്റൊന്ന്, ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുകയും അതിന്റെ നെടുനായകത്വം വഹിക്കുകയും ചെയ്യുന്ന തൃപ്രയാർ തേവർ പൂരത്തിലേക്ക് ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളിന് വന്ന് ഇവിടുത്തെ നായകത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ അതിന്റെ പ്രധാന ഊരാളന്മാരിലോ ഉടമസ്ഥതയിലോ ഉള്ള ഒരാൾ പ്ലാഹിൽ എന്ന് പറയുന്ന വീട്ടുകാരിലുള്ള ഒരു ശക്തനായ നാടുവാഴിയായ നായരായിരുന്നു. അവരും മറ്റ് സാഹചര്യക്കാരും ഊരാളനോ മറ്റ് എന്തൊക്കെയോ കാരണത്താൽ തേവരെ 1000 മുതൽ കൊല്ലവർഷം 1000 മുതൽ 1015 വരെ ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളിക്കാതെ ഇരിക്കുകയും തേവരുടെ പൂരം മാത്രം മുടക്കുകയും ചെയ്തു. പിന്നീട് കൊച്ചി കോവിലകവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് കേൾക്കുന്നത് കൊച്ചി കോവിലകത്തെ വലിയ തമ്പുരാട്ടി സ്വാധീനം ചെലുത്തി മുൻകൈയെടുത്ത് തേവരെ 15 മുതൽക്ക് വീണ്ടും ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടു വരുവിപ്പിച്ചു എന്നും ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആറാട്ടുപുഴ പൂരവും ക്ഷേത്രവും. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ ഭരണ നിർവഹണം നടത്തിപ്പോന്നിരുന്നത് പണ്ടുകാലത്ത് ഊരാളന്മാർ ആയിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെയും നാട്ടുകാരിൽ പലരും നൽകിയിരുന്ന പാട്ടം, മിച്ചവാരം തുടങ്ങിയ ആദായങ്ങളിലൂടെയും ക്ഷേത്രം വളരെ മനോഹരമായി എല്ലാവിധത്തിലും അഭിമാനകരമായ രൂപത്തിൽ
വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ചടങ്ങോടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിപ്പോന്നിരുന്നു. ഇവിടുത്തെ ഊരാളന്മാർ 8 പേരായിരുന്നു എന്ന് ഒരു വിഭാഗക്കാർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് 5 ബ്രാഹ്മണ കുടുംബങ്ങളായിട്ടാണ്. ഇതിനു മുന്നേ മറ്റുള്ളവർ അന്യം വന്നോ എന്തോ വിദേശത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുകയോ എന്താ ഉണ്ടായത് എന്നുള്ളതിൻ്റെ യാതൊരു കഥ അവശിഷ്ടങ്ങളും ഇല്ല. ഈ 5 പേര് ഭരിച്ചു പോന്നിരുന്ന കാലഘട്ടത്തിൽ ഒരുവിധം നന്നായി തന്നെ പൂരം നടത്തിപ്പോന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉടലെടുക്കുകയും അതിനെ തുടർന്ന് ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ വളരെ കുറവുകളും അതുപോലെ തന്നെയുള്ള പല അവിചാരിതമായ സംഭവങ്ങളും സംഭവിച്ചതിന്റെ പേരിൽ അന്ന് അതിക്ക് മുന്നേ ഉടലെടുത്തിരുന്ന തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അങ്ങനെ 1113 കുംഭം 17-ാം തീയതി ഇത് ദേവസ്വത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തു. അഭിപ്രായ വ്യത്യാസങ്ങളിൽ തുടർന്ന് കരിയാമന, കരോളി, എളമണ്ണമന എന്ന ഒരു ഊരാളൻ താൻ ശാസ്താവിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള പിടിവാശിയോടുകൂടി അതോ ശാസ്താവിലുള്ള അമിതമായ വിശ്വാസത്തിന്റെ ഫലമായോ അദ്ദേഹം മാത്രം ദേവസ്വത്തിലേക്ക് കൊടുക്കുന്നതിന് ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ഇത് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിൽ ഒരു സർപ്ലസ് ഫണ്ടായിട്ടാണ് ഈ നിലനിർത്തിയിരുന്നതും ഭരണം നടത്തിപ്പോന്നിരുന്നതും. ദേവസ്വത്തിന്റെ അധീനത്തിൽ വളരെ കേമമായ വിശിഷ്ടമായ ചടങ്ങുകളും കാര്യങ്ങളും ക്ഷേത്ര സംബന്ധമായ എല്ലാവിധ കാര്യങ്ങളും ഭംഗിയായി നടത്തിപ്പോന്നിരുന്നു. എങ്കിലും മറ്റ് വലിയ പൂരക്കാരുടെ സ്വാധീനം കാരണമോ ഭരണക്കാരുടെ അശ്രദ്ധയോ കാരണത്താൽ ഈ പൂരം വളരെ ദിനം പ്രതി ആണ്ടുതോറും വളരെ മോശമായി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് കണ്ട് മനം നൊന്ത നാട്ടുകാരിൽ പല പ്രമാണിമാരും ഭക്തന്മാരും അതുപോലെ തന്നെ സ്വാത്വികമതികളായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ക്ഷേത്രത്തിൽ സംഘടിച്ച് ഒരു ക്ഷേത്രത്തിലെ പൂര കമ്മിറ്റി എന്നുള്ള രൂപത്തിൽ പൂരം നടത്തുവാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. പിന്നീട് ഈ കമ്മിറ്റി ദേവസ്വം ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെന്റും ആയി സഹകരിച്ചാണ് ഈ ആറാട്ടുപുഴ പൂരം ഭംഗിയാക്കി തുടർന്ന് പോന്നിരുന്നത്. ഇപ്പോൾ എവിടെയും എടുത്തു പറയാവുന്ന അതിഗംഭീരങ്ങളായ പൂരങ്ങളിൽ ഒന്നായിട്ടാണ് ഇവിടുത്തെ പൂരം ഉയർന്ന് വലുതായി വന്നത്. തികച്ചും നാട്ടിലെ എല്ലാ ഭക്തന്മാരോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ചുറുചുറുക്കുള്ള യുവാക്കൾ സംഘടിച്ച് ഈ പൂരം അവരുടേതായ ഒരു പ്രസ്റ്റീജ് പൂരമായി മാസക്കണക്കിന് അധ്വാനിച്ച് എല്ലാവിധത്തിലുള്ള കായിക അധ്വാനവും സാമ്പത്തികമായ
സഹകരണങ്ങളും നടത്തിക്കൊണ്ട് ഇന്ന് അതിവിശിഷ്ടമായ അതിഗംഭീരമായ പൂരമായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. പണ്ടുകാലത്ത് ആറാട്ടുപുഴ ശാസ്താവിനെന്ന് മാത്രമല്ല, തേവരിക്കൊഴിച്ച് ഒരു ദേവനും ഇവിടെ വെടിക്കെട്ട് പതിവില്ല. എന്നാൽ ഈ പൂരക്കമ്മിറ്റി ക്ഷേത്രം പൂരത്തിനു വേണ്ടി ഏറ്റെടുത്ത കാലം മുതൽ ഇവിടെ വെടിക്കെട്ടും അതിഗംഭീരമായി തന്നെ നടന്നു വരുന്നു. ആനച്ചമയങ്ങളെല്ലാം പുതുപുത്തൻ സാധനങ്ങളായിട്ടാണ് ഇന്ന് ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് 7 തലേക്കെട്ടുകളാണ് ദേവസ്വം നിർമ്മിച്ചിരുന്നത്. അതിൽ 6 ചെമ്പോലക്കച്ചിട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ദേവസ്വം, കൊച്ചി മഹാരാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ 6 സ്വർണ്ണത്തലേക്കെട്ട് നാട്ടാവശ്യത്തിനു വേണ്ടി എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 6 പുതിയ തലേക്കെട്ട് കൊല്ലം തോറും പെരുമനമ്പൂരത്തിന് ഊരകം ദേവസ്വത്തിലേക്ക് കൊള്ളാമെന്ന കണ്ടീഷനിൽ 6 തലേക്കെട്ട് ഊരകത്തിനും 1 തലേക്കെട്ട് തൃപ്രയാർ തേവർക്കും കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ തന്നെ പെടുത്തിക്കൊണ്ട് ആറാട്ടുപുഴ പൂരക്കമ്മിറ്റി വളരെ വലുതാവുകയും സ്വാധീനം ചെലുത്തുവാൻ പ്രാപ്തരാവുകയും എല്ലാവരുടെയും സ്നേഹ ആദരവുകൾ പിടിച്ചുപറ്റുവാൻ കഴിയത്തക്ക വിധത്തിൽ ആയിത്തീരുകയും ചെയ്തതിന്റെ ഫലമായി ദേവസ്വത്തിൽ നിന്ന് തേവരിക്കെന്ന പോലെ തന്നെ ഒരു പുതിയ തലേക്കെട്ട് ആറാട്ടുപുഴ ശാസ്താവിന് ഉണ്ടാക്കുവാൻ അതിന്റെ പ്രൊവിഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ലഭിക്കുകയും ഉണ്ടായി. അത് കാരണത്താൽ ഇന്ന് കാലം മാറിയതനുസരിച്ച് ക്ഷേത്രത്തിൽ നിർലോഭമായ സംഭാവനകളും ഗൾഫ് പണങ്ങളും നാട്ടിലുള്ള വരായകളും സംഭാവനകളും ഭയങ്കരമായി കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നെൽപ്പറകളും നാളികേരത്തിന്റെ വരവും എല്ലാം കൂടി വമ്പിച്ച ആദായങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര വരവുകളും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലും പലതും പുത്തനായിട്ട് പല ആനസാമാനങ്ങളും പുത്തനായിട്ട് പണിയുകയും പലതും വലിയ വലിയ ധനാഢ്യന്മാരായി നൽകുന്ന സംഭാവനകളെ കൊണ്ടും പുതിയ പുതിയ കോലങ്ങളും തലേക്കെട്ടുകളും കൊടകളും ചാമരങ്ങളും ആലവട്ടങ്ങളും നിരന്തരമായി കൊല്ലം തോറും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ സൗന്ദര്യ സംവർദ്ധകമായ ദൃശ്യ മനോഹരമായ ഒരു സാധന സാമഗ്രികളെ കൊണ്ട് ഏറ്റവും ഉന്നതരായ ആനകളെ അണിനിരത്തിക്കൊണ്ട് ഉള്ള പൂരമാണ് നടന്നു വരുന്നത്. അത് പണ്ടുകാലത്തെ 7 ആനകളിൽ നിന്ന് 9 ആനകളായും പിന്നീട് ഇപ്പോൾ 15 ആനകളായും അണിനിരത്തിക്കൊണ്ടാണ് പൂരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇനി ആവരുതേ എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടത്തുകാരുടെ വിശ്വാസം. കാരണം തേവർക്ക് 21 ആനയാണ്. അത്രത്തോളം അതിൽ കവിയാൻ ഒരിക്കലും പാടില്ല എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒതുക്കി നിർത്തുകയാണ് എന്നുള്ളതാണ് വാസ്തവം. പൂരം ആരംഭം. ഒരു കൊല്ലത്തെ പൂരം കഴിഞ്ഞാൽ ഇവിടുത്തെ പൂരക്കമ്മിറ്റിക്കാർ പിന്നീട് അടുത്ത കൊല്ലത്തെ പൂരത്തിലേക്കുള്ള ആശാവഹമായ പ്രവർത്തനങ്ങൾക്ക് കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കുറെ കൊല്ലങ്ങളായി കാണുവാൻ സാധിക്കുന്നത്.
ഇതിനു മുന്നേ പോലെ തന്നെ ഇപ്പോഴും അത് അതേ രൂപത്തിൽ തന്നെ തുടർന്നു വരുന്നു. ഉദ്ദേശം വൃശ്ചികം, ധനു മാസങ്ങളിൽ വിശേഷാൽ യോഗങ്ങൾ കൂടുന്നു. പൂരക്കമ്മിറ്റി കൂടുകയും പൂരത്തിനെ കുറിച്ചുള്ള ദേവസ്വത്തിൽ നിന്ന് കിട്ടാനുള്ള സംഖ്യ, അതുപോലെ തന്നെ സംഭാവനയായി ലഭിക്കുന്നത്, സംഭാവനയായി ആടയാഭരണങ്ങളും മറ്റ് സാമഗ്രികളും എണ്ണ മുതലായവ ലഭിക്കുന്നത് തുടങ്ങിയ 1000 കൂട്ടം കാര്യങ്ങളുടെ ചർച്ചകൾ ആരംഭിക്കുകയായി. അതിനുള്ള എഴുത്തുകൂത്തുകളും നടപടിക്രമങ്ങളും വളരെ ആത്മാർത്ഥമായി രാവും പകലും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കൈകളിലാണ് സുരക്ഷിതമായ ഈ ആറാട്ടുപുഴ പൂരം സ്ഥിതി ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചെറിയവരും വലിയവരും ഇതിൽ പങ്കുചേരുന്നു. ആറാട്ടുപുഴ പൂരത്തിന് രോഹിണി നാൾ മുതലാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നതെങ്കിലും ഇതിനു മുന്നേ തന്നെ ക്ഷേത്രത്തിന്റെ കേടുപാടുകൾ തീർത്ത് പെയിന്റ് അടിച്ചും മറ്റെല്ലാ വിധത്തിലുള്ള എല്ലാം ഭംഗിയായി നിർവഹിക്കുന്നു. ഇതിന്റെ എല്ലാം ചെലവുകൾക്കും പ്രയത്നത്തിനും മുന്നിട്ട് നിൽക്കുന്നത് കമ്മിറ്റിക്കാർ തന്നെയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹകരണം പരിപൂർണമായും, ദേവസ്വം ബോർഡിന്റെ സഹകരണം അതിലും സമ്പൂർണമായും ഉണ്ടാകുന്നെന്നുള്ളത് വളരെയധികം സന്തോഷപ്രദവും ആശ്വാസകരവുമായ ഒരു സംഭവമാണ്. പുണർദം ദിവസം ക്ഷേത്രത്തിലെ ശുദ്ധി എന്ന താന്ത്രികപരമായ കർമ്മങ്ങൾ ആരംഭിക്കുകയായി. അന്നു തൊട്ട് ക്ഷേത്ര ആചാരം വള്ളിപുള്ളി തെറ്റുകൂടാതെ പരിശുദ്ധമായ രൂപത്തിൽ അങ്ങേ അറ്റത്ത് വിശ്വാസത്തോടുകൂടി ഇവിടുത്തെ തന്ത്രിമാരും ഊരാളന്മാരും നാട്ടുകാരും അതിൽ സഹകരിച്ചും സന്മനസ് കാട്ടിയും ഭക്തിപൂർവം ആദരിച്ചും പോരുന്നു. പുണർദം കഴിഞ്ഞ് പിറ്റേ ദിവസം മകീരത്തുന്നാളാണ് ഇവിടുത്തെ കൊടിയേറ്റം. ഉദ്ദേശം വൈകുന്നേരം 3 മണിക്ക് ശേഷം ഇവിടുത്തെ കമ്മിറ്റിക്കാരായുള്ള ആൾക്കാർ കവുങ്ങ് അന്വേഷിച്ച് പോവുകയും ഏറ്റവും നല്ല കവുങ്ങ് കിട്ടാവുന്ന സ്ഥലത്തു നിന്ന് കമ്മിറ്റിക്കാർ തന്നെ മുറിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രനടയിൽ വയ്ക്കുന്നു. സന്ധ്യയോടുകൂടി ഇവിടുത്തെ ദേശത്തെ ആശാരി എന്ന് പറയുന്ന തച്ചൻ കവുങ്ങ് ചെത്തുവാൻ വേണ്ടി വരുന്നു. 5 മണിയോടുകൂടി തന്നെ നിറപറയും വിളക്കും വെച്ച് കവുങ്ങ് ചെത്തുന്നു. ഇത് നിറപറ ആശാരിയുടെ അവകാശമാണ്. കവുങ്ങ് വളരെ ഭംഗിയായി ചെത്തി അതിന്മേൽ കൊടിമരം കെട്ടുവാനുള്ള കൈകളും വെച്ച് ഉദ്ദേശം 7 മണിയോടുകൂടി ക്ഷേത്രത്തിന്റെ നടപ്പുരയിലേക്ക് ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാർ തന്നെ എടുത്തുകൊണ്ടുപോയി വെച്ച് അതിന്മേൽ ആല്, മാവ് തുടങ്ങിയ ഇലകൾ 7 തട്ടായി കെട്ടുന്നു. അതിനുശേഷം ഇവിടെ പ്രത്യേക മുഹൂർത്തങ്ങളൊന്നും ഗണിക്കാറില്ല. കെട്ടിക്കഴിഞ്ഞാൽ ഉദ്ദേശം 8 മണിയോടുകൂടി 8 മണിക്ക് മുന്നേ ഇത് നാട്ടുകാരെല്ലാവരും കൂടി കവുങ്ങ് തിരുമുൻപിൽ ബലിക്കല്ലിന്റെ സമീപത്തുള്ള കുഴിയിൽ ഇറക്കി കൊടിയേറ്റം നടത്തുന്നു. അതിനെ തുടർന്ന് ഇവിടുത്തെ ഊരാളന്മാരോ മറ്റ് നമ്പൂതിരിമാരോ വന്ന് അതിൻ്റെ ആലിലയുടെ താഴെ ആയി ദർഭ
ചുറ്റും കെട്ടി മനോഹരമാക്കി തീർക്കുന്നു. തുടർന്ന് ഒരാനയെ യാതൊരു ആടയാഭരണങ്ങളും കൂടാതെ നടക്കൽ കൊണ്ടുവന്ന് ഊരാളന്മാരിൽ ഒരാൾ അതുമ്മെ കയറി 7 കണ്ടം വരെ 4 കുത്തുവിളക്കുമായി പോകുന്നു. ചെണ്ടയും മറ്റും വാദ്യത്തിന്റെ സാധനങ്ങൾ ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ യാതൊരു ശബ്ദവും ഉണ്ടാകില്ല. അവിടെ ചെന്ന് 7 കണ്ടത്തിന്റെ വരമ്പത്തിന്റെ മുകളിൽ കയറി നിന്ന് 9 ശംഖു വിളിച്ച്, ആർപ്പ് വിളിച്ച്, നടാനടേ വിളിച്ച് മേളം കൊട്ടുന്നു. ത്രിപുട താളത്തിൽ മേളം നടപ്പാണ്ടി കൊട്ടി നടയിലേക്ക് വരികയും ആന നടപ്പുരയിലേക്ക് കടന്ന് തിരുമേനിയെ ഇറക്കി തൊഴുതതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. തുടർന്ന് പ്രധാന മാരാര് ക്ഷേത്രത്തിന്റെ വാതിൽക്കലേക്ക് നടയിലേക്ക് വന്ന് അവിടെ നിൽക്കുന്ന ഊരാളന്മാർ അവിടെ നിറപറയും വിളക്കും ഉണങ്ങലരിയും എല്ലാം വെച്ച് നാളികേരമുളച്ച് വെച്ചതിന് ശേഷം ഊരാളന്മാരോട് കിഴക്കോട്ട് തിരിഞ്ഞ് ചോദിക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് ഊരാളന്മാരെല്ലാം വന്നിട്ടില്ലേ? അതിന്റെ പ്രത്യേക വാക്ക് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് ഊരാളന്മാരെല്ലാം വാതിൽ മാടത്തിൽ എത്തിയിട്ടില്ലേ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ച് ഉത്തരം കിട്ടിയതിന് ശേഷം ഉവ് എന്ന് ഉത്തരം കിട്ടിയതിന് ശേഷം പടിഞ്ഞാട്ട് തിരിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് കുമ്പിടാന്മാരെല്ലാം ഗോപുരത്തിങ്കിൽ എത്തിയിട്ടില്ലേ എന്ന് വീണ്ടും വിളിച്ച് 3 പ്രാവശ്യം ചോദിച്ചതിന് ശേഷം ഉവ് എന്ന് മറുപടി ലഭിച്ചതിനെ തുടർന്ന് മാരാര് വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് കൊട്ടട്ടെ എന്ന് തന്ത്രിയോട് ചോദിച്ച് തന്ത്രി അനുവാദം കൊടുക്കുന്നു. അതിനെ തുടർന്ന് മാരാര് കൊട്ടി അന്നത്തേതായ മാരാരുടെ ചടങ്ങ് അവസാനിപ്പിക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിന്റെ പുറത്ത് ആലിന്റെ അടുക്കലായി, തിരുനടയിൽ ആലിന്റെ അടുക്കലായി വിളക്കും നിറയും, പറ നിറച്ച് വിളക്കും നിറയും വെച്ച് അവിടെ വയ്ക്കുന്നതോടുകൂടി അത് കമ്മിറ്റിയിൽ അതോ ദേവസ്വത്തിന്റെ ആരോ ആവാം. ഇപ്പോൾ സാധാരണയായി കമ്മിറ്റിക്കാരാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത്. വിൽക്കുറുപ്പ് ഈ പ്രദേശത്തെ തന്നെ പരമ്പരയാ ചടങ്ങ് നടത്തിപ്പോകുന്നതായ വിൽക്കുറുപ്പ് വരുന്നു. അദ്ദേഹം കരിമ്പന കൊണ്ട് ഉണ്ടാക്കിയ വില്ലും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വാളുമായിട്ടാണ് അവർ 2 വിഭാഗക്കാരായിട്ടാണ്, 2 ആളായിട്ടാണ് വരുന്നത്. അതിൽ വിൽക്കുറുപ്പ് പ്രഥമ സ്ഥാനീയനായ കുറുപ്പ് വില്ലും അമ്പും എടുത്തുകൊണ്ട്, ഇതെല്ലാം കരിമ്പനയിലാണ് വില്ലും അമ്പും എല്ലാം തീർക്കുന്നത് ഇന്നും. എന്നിട്ട് അതുമേ ചായം തേച്ച് ഭംഗിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. വന്ന് ഈ വിളക്കും നിറയും 3 പ്രദക്ഷിണം വെച്ച് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് അമ്പും വില്ലും വയ്ക്കട്ടെ എന്ന് 3 പ്രാവശ്യം വിളിച്ച് ചോദിച്ച്
അവിടെ കമ്മിറ്റിയുടെയോ ദേവസ്വത്തിൻ്റെയോ ആൾക്കാർ അനുവാദം ഉവ് എന്ന് കൊടുത്തതിന് ശേഷം ആ വിൽക്കുറിപ്പ് അമ്പും വില്ലും വയ്ക്കുന്നു. തുടർന്ന് വാളും പരിചയം എടുത്ത കുറിപ്പ് വന്ന് പ്രദക്ഷിണം വെച്ച് 3 പ്രദക്ഷിണം വെച്ച് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് വാളും പരിചയം വയ്ക്കട്ടെ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ച് കമ്മിറ്റിക്കാരിൽ നിന്ന് അനുവാദം വാങ്ങി അത് വയ്ക്കുന്നു. അതോടുകൂടി ക്ഷേത്ര സംബന്ധമായ കൊടിയേറ്റത്തിന്റെ പ്രധാന ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നു. അതിനു മുന്നേ ക്ഷേത്ര സംബന്ധമായ പ്രത്യേക പൂജകളെല്ലാം ഉള്ളിൽ നടന്നിരിക്കും. നവകം, ശ്രീഭൂതബലി തുടങ്ങിയവ എല്ലാം അന്നു തൊട്ടേ ആരംഭിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ക്ഷേത്ര സംബന്ധമായ പ്രവൃത്തികൾക്ക് എല്ലാം അകത്ത് ക്ഷേത്രപ്പറമ്പിൽ പുല്ല് ചെത്തുക, മറ്റ് ക്ഷേത്രം വൃത്തിയാക്കുക, അകത്തും പുറത്തും വൃത്തിയാക്കുക തുടങ്ങിയതായിട്ടുള്ള പണികൾക്കെല്ലാം ഓരോരോ വീട്ടുകാരെയാണ് ഏൽപ്പിച്ചിരുന്നതും അത് പരമ്പരയാ നടത്തിപ്പോന്നിരുന്നതും. അതിന് നിസ്സാരമായ ഒരു പ്രതിഫലം മാത്രമേ അന്ന് ഊരാളന്മാരുടെ കാലം മുതൽക്കേ അല്ലെങ്കിൽ അതിനുശേഷം ദേവസ്വക്കാരുടെ കാലം മുതൽക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ സ്ഥിതി പാടെ മാറിയിരിക്കുകയാണ്. പൂരത്തോടനുബന്ധിച്ച് തോൽക്കുടം എന്ന് പറയുന്ന ഒരു പാത്രം ഉണ്ട്. ഈ തോൽക്കുടം ദേവൻ പോകുമ്പോൾ ഒറ്റപ്പന്തത്തിൽ ഒഴിക്കുവാനുള്ള, ദേവന്റെ മുമ്പിൽ പിടിക്കുന്ന ഒറ്റ പന്തത്തിൽ ഒഴിക്കുവാനുള്ള അശുദ്ധി കലരാത്ത രൂപത്തിൽ പിടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പാത്രമാണ് തോൽക്കുടം. അത് ഒരു കുടുംബക്കാരുടെ വകയായിരുന്നു. പിന്നെ അമ്പും വില്ലും പിടിക്കുന്നതും പ്രത്യേകമായിട്ടുള്ള ഒരു കുടുംബക്കാരുടെ അവകാശമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുപോലെ വാളും പരിചയിക്കും അവകാശികളുണ്ടായിരുന്നു. അമ്പും വില്ലും വാളും പരിചയും എല്ലാം പിടിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായ തലയെക്കെട്ടും അരക്കെട്ടും മറ്റൊക്കെയായി ഒരു പ്രത്യേക യൂണിഫോം തന്നെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. കൂടാതെ പന്തങ്ങളും എല്ലാം പിടിക്കുന്നതിന് ചില കുടുംബക്കാർക്ക് അവകാശം കൊടുത്തിരുന്നു. ഒറ്റപ്പന്തം വാരിയർ പിടിക്കുമ്പോൾ മറ്റുള്ള പന്തങ്ങളെല്ലാം വേറെ അവകാശികൾ ആണ് പിടിച്ചിരുന്നത്. മുപ്പന്തം ഒരു കൂട്ടര്, 6 പന്തം വേറെ വിഭാഗക്കാര്, അങ്ങനെ എല്ലാ പന്തങ്ങൾക്കും ഇവിടെ വേറെ വേറെ കുടുംബക്കാര് അവകാശികളായിരുന്നു. കൂടാതെ ചെമ്പിൽ എണ്ണ ഒഴിക്കുന്നതിനുള്ള ആൾക്കാരും ചെമ്പ് പന്തം നനയ്ക്കുവാൻ വേണ്ടി ചെമ്പ് പിടിക്കുന്നവരും വേറെ വേറെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ അടുത്ത കാലത്തായി കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചെറുപ്പക്കാരെ കിട്ടാതാവുകയും ആചാര സമ്പ്രദായങ്ങളിൽ വ്യത്യസ്തങ്ങളായ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തിരുവാതിര പുറപ്പാട് പിറ്റേ ദിവസം, അതായത് മകീരം കഴിഞ്ഞ പിറ്റേ ദിവസം സാധാരണ പൂജകളും വിശേഷാൽ പൂജകളും എല്ലാം കഴിഞ്ഞ് ശാസ്താവ് വിശ്രമിക്കുകയാണ്. അന്ന് രാത്രി ഉദ്ദേശം 2 മണിയോടുകൂടി ദേവനെ തിരുവാതിര വിളക്കിന്
എഴുന്നള്ളിക്കുവാനുള്ള ആർഭാടമായ ചടങ്ങുകളും ശ്രമങ്ങളും നടക്കുന്നു. രാത്രി 2 മണിക്ക് മുന്നേ ക്ഷേത്രത്തിൽ പൂജാദികളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളിക്കുവാൻ വേണ്ടി തന്ത്രിമാരും അവിടുത്തെ പൂജാരിയും അതുപോലെ തന്നെ ക്ഷേത്രവാസികളായിട്ടുള്ള എല്ലാവരും നാലമ്പലത്തിൽ വന്ന് അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. പൂജാരി അതിമനോഹരമായ പുത്തൻ കോലത്തിൽ ഉള്ളിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് ശാസ്താവിനെ എഴുന്നള്ളിച്ച് ആചാരപ്രകാരം കുത്തുവിളക്കുമായി ശ്രീലകത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ക്ഷേത്ര ശ്രീലകം പ്രദക്ഷിണം വയ്ക്കുന്നു. അപ്പോൾ പ്രധാനമാരാര് ഓരോരോ പ്രദേശത്ത് ചെല്ലുന്ന സമയത്ത് ബലിക്കല്ലിൻ്റെ അവിടെ എല്ലാം ഓരോരോ സ്ഥലത്ത് ഓരോരോ കൊട്ടുകളാണ് എന്നുള്ളത് വളരെ വിദഗ്ധരായിട്ടുള്ള മാരാന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് അതാത് ബലിക്കല്ലിൻ്റെ അടുത്ത് അതാതിന് അനുയോജ്യമായ കൊട്ടുകൾ, വിശേഷാൽ കൊട്ടുകൾ, മേളങ്ങൾ പൊഴിച്ചുകൊണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. തുടർന്ന് തിടമ്പ് കോലത്തിന്മേൽ വെച്ച് കെട്ടി ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതനായിക്കൊണ്ട് നിൽക്കുന്ന 3 ഗജവീരന്മാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ആ ആനയുടെ ഏറ്റവും വലിയ എഴുന്നള്ളിക്കുവാനുള്ള ആനയുടെ മുകളിലേക്ക് ഈ വിളക്കുമാടത്തിൻ്റെ അടുക്കലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഈ കോലം കൊടുക്കുന്നു. അതുപോലെ തന്നെ കുടയും ചാമരം എല്ലാം കൊടുത്ത് ആൾക്കാരും കയറി ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുവാൻ വേണ്ടി പോകുമ്പോൾ വടക്കു ഭാഗത്ത് ഒരു വിളക്കുമായി വടക്കു ഭാഗത്തേക്ക് മാടമ്പി വിളക്ക് കത്തിച്ച് വയ്ക്കുകയും അവിടെ വിളക്കാചാരം എന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുന്നു. വിളക്കാചാരം കഴിഞ്ഞ് ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് വീണ്ടും ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്ത് വന്ന് അവിടെ പ്രത്യേകമായ താളപ്രധാനങ്ങളായ കൊമ്പുപെറ്റ്, കുഴൽപ്പറ്റ്, കേളിയും പറ്റും, പിന്നെ കുഴൽപ്പറ്റ്, കൊമ്പുപെറ്റ് ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള മേള സമ്പ്രദായത്തിലുള്ള ആചാരപരമായ കൊട്ടുകളെല്ലാം കഴിച്ചതിന് ശേഷം നടക്കാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആറാട്ടുപുഴ പൂരത്തിന് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ തിരുനടയിൽ നിന്നുകൊണ്ട് അണിനിരുന്ന മാരാന്മാരുടെ പഞ്ചാരിമേളത്തിനുള്ള ആദ്യത്തെ കോല് വീഴുകയായി. തുടർന്ന് 2-2.5 മണിക്കൂർ 7 മണി വരെ അതിഗംഭീരമായ പഞ്ചാരിമേളം ഓരോരോ കലാശത്തോടുകൂടി അവസാനിച്ച് നടപ്പുരയിൽ വന്ന് 4-5 കലാശങ്ങൾ തിമർത്ത്
എല്ലാ പ്രപഞ്ചത്തെയും, ആനകളെയും ആളുകളെയും പ്രകൃതിയെപ്പോലും സ്തംഭിപ്പിച്ച് കൊണ്ട് ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നു. ഇത് കഴിഞ്ഞ് അന്ന് പുണർദം നാളാണല്ലോ. കാലത്ത് തന്നെ അവിടെ സ്വല്പം നേരം ഇറക്കി എഴുന്നള്ളിച്ച്, പണ്ട് കാലത്ത് ഇറക്കി എഴുന്നള്ളിക്കാതെ തന്നെയാണ് ആനയെ മാത്രം മാറി ഇവിടുത്തെ അച്ചാരാന എന്ന് പറയുന്ന ആനയിലേക്ക് മാറ്റി തൈക്കാട്ടുശ്ശേരി പൂരത്തിലേക്ക് ശാസ്താവ് പോകുന്നു. അവിടെ ചെന്ന് അവിടെ വിശ്രമിക്കുന്നു. അതിനെ തുടർന്ന് തൈക്കാട്ടുശ്ശേരിയുടെ അതിഗംഭീരമായ പഞ്ചവാദ്യം കഴിഞ്ഞ് നിൽക്കുകയായിരിക്കും ദേവി. തുടർന്ന് കാലത്ത് 8 മണിയോടുകൂടി പഞ്ചാരിമേളം ആരംഭിക്കുന്നു. പഞ്ചാരിമേളം 11 മണിയോടുകൂടി അവസാനിച്ചാൽ, ഉദ്ദേശം 12 മണിയോടുകൂടി അവസാനിച്ചാൽ അവിടെ വരുന്ന ദേവി ദേവന്മാരുടെ ചില ഇടവഴിപ്പൂരങ്ങളുണ്ട്. ആ ഇടവഴിപ്പൂരങ്ങൾ കഴിഞ്ഞ് തൈക്കാട്ടുശ്ശേരി ഭഗവതി എല്ലാവരോടും ഉപചാരം പറഞ്ഞു വിടുന്നു. അവസാനമായി കടലായി ഇലമ്മ, അതുപോലെ ചാത്തക്കുടം ശാസ്താവ്, ആറാട്ടുപുഴ ശാസ്താവ് എന്നിവർക്കും ഉപചാരം കൊടുത്ത് ദേവി വിടുന്നു. ചാത്തക്കുടം ശാസ്താവും അതുപോലെ തന്നെ തൈക്കാട്ടിരി ഭഗവതിയും തമ്മിൽ കുറച്ച് ബന്ധമുള്ള രൂപത്തിലാണ് പെരുമാറുന്നത്. ആറാട്ടുപുഴ ശാസ്താവും ചാത്തക്കുടം ശാസ്താവും പിന്നാലെ വന്ന് ചാത്തക്കുടത്ത് ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് അവിടുന്ന് തുടർന്ന് ആറാട്ടുപുഴ ശാസ്താവ് ആറാട്ടുപുഴയ്ക്ക് വന്ന് ഇവിടുത്തെ ഉദ്ദേശം 4 മണി അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം ഇവിടെ വന്ന് ആറാട്ടുപുഴയിൽ വന്ന് എഴുന്നള്ളിച്ച് അവിടുത്തെ ചടങ്ങുകൾ എല്ലാം നിർവഹിക്കുന്നു. അവിടെ വൈകുന്നേരം 9 മണി വരെ വിശ്രമിച്ച ശേഷം രാത്രി ശാസ്താവ് പുറപ്പെടുന്നു. നറുകുളങ്ങരയിലേക്കാണ് ആ പുറപ്പാട്. നറുകുളങ്ങരയിലേക്ക് ശാസ്താവ് പോകുമ്പോൾ പെരുവനത്ത് തന്ത്രിയുടെ ഇല്ലമായ കുന്നത്തൂര് മനയ്ക്കൽ, പടിഞ്ഞാറെ കുന്നത്ത് മനയ്ക്കൽ ശാസ്താവിനെ ഇറക്കി എഴുന്നള്ളിക്കുന്നു. അവിടെ ദേവന് വിശിഷ്ടമായ പൂജയും അടനിവേദ്യവും ഉണ്ട്. ശാസ്താവിന്റെ കൂടെ ചെല്ലുന്നവർക്കെല്ലാം അത് ലഭിക്കുന്നതാണ്. തുടർന്ന് ശാസ്താവ് ഊരകത്തമ്മയും അപ്പോൾ അങ്ങോട്ട് നറുകുളങ്ങരയ്ക്ക് പോയിരിക്കും. നറുകുളങ്ങരയിലേക്ക് ഊരകത്തെ കാത്ത് ചാത്തക്കുടം ശാസ്താവ് കാവൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിനു മുന്നേ തന്നെ കടലാശ്ശേരി ഭഗവതി ഊരകം ആറാടുന്നതിനാൽ അവിടെ നറുകുളങ്ങര കുളത്തിൽ ആറാടിപ്പോയിട്ടുണ്ടായിരിക്കും. ചാത്തക്കുടം ശാസ്താവ് നിൽക്കുന്നതോടുകൂടി ഊരകം ഭഗവതി അവിടെ ചെന്ന് ആറാടി തിരിച്ചു പോരുന്നു. അതോടുകൂടി ആറാട്ടുപുഴ ശാസ്താവും നറുകുളങ്ങരയ്ക്ക് ചെല്ലുകയും അവിടെ ഊരകത്തിന് ആ ഉപചാരം കൊടുത്ത് തിരിച്ചു പോരുകയും ചെയ്യുന്നു. ചാത്തക്കുടം ശാസ്താവ് പിന്നീട് ചക്കംകുളം പൂരത്തിലേക്ക് ആണ് പോകുന്നത്. ആറാട്ടുപുഴ ശാസ്താവ് ഇവിടെ വന്ന് ഇറക്കി എഴുന്നള്ളിച്ച് വിശ്രമിക്കുന്നു. പിറ്റേ ദിവസം പൂയം നാളാണ്. പെരുവനം പൂരത്തിന്റെ ദിവസമാണ്. പെരുവനം പൂരം ദിവസം ആറാട്ടുപുഴ ദേശത്തിനും നാട്ടുകാർക്കും വലിയ
ഉത്സാഹപൂർണമായ ദിവസമാണ്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ അന്ന് എണ്ണ അളക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. അതായത് പൂരത്തിൽ പങ്കെടുക്കുന്നതായ പന്തം പിടിക്കുന്നവരിലും അതുപോലെ വില്ലും അമ്പും വില്ലും പിടിക്കുന്നവരിലും വാളും പരിചയും അതുപോലെ തന്നെ വെളുത്തേടൻ, വെളുക്കത്തലൻ തുടങ്ങിയതായിട്ടുള്ള മറ്റ് അവകാശികൾക്കും മാരാര്, വാരിയർ, പുഷ്പകം തുടങ്ങിയതായിട്ടുള്ള എല്ലാ അതിൻ്റെ അവകാശികൾക്കും എല്ലാം അളവ് ഇന്ന തരത്തിലുള്ള ഇത്രശ എന്ന കണക്കിൽ ചെമ്പ് പിടുത്തക്കാർക്കും പന്തക്കാർക്കും എല്ലാം അതിൽപ്പെടുന്നു. അത് കുത്തുവിളക്ക് തുടങ്ങിയ എല്ലാ ക്ഷേത്ര സംബന്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആരെല്ലാം ആണോ അവർക്കെല്ലാവർക്കും സമ്പ്രദായ പ്രകാരത്തിലുള്ള എണ്ണ കൊടുക്കുന്നു, അളന്നു കൊടുക്കുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ആറാട്ടുപുഴ ശാസ്താവിന് എല്ലാ പൂജകളും കഴിഞ്ഞ് ശ്രീഭൂതബലി എല്ലാം കഴിഞ്ഞ് 4 മണിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിക്കുവാനുള്ള ചടങ്ങുകൾ ചെയ്യുന്നു. അതിഗംഭീരനായ ആനപ്പുറത്ത് പുത്തൻ ആടയാഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് തലക്കെട്ട്, കോലം, ചാമരം, ആലവട്ടം, കഴുത്തിൽ മണി, കയ്യന്മേൽ മണി തുടങ്ങിയ സർവാഭൂഷണങ്ങളും അണിയിപ്പിച്ചുകൊണ്ട് ദേവനെ എടുക്കുവാൻ വേണ്ടി, തലയിലേന്തുവാൻ വേണ്ടി വിനീതനായി അഭിമാനപൂർവം നിൽക്കുന്ന ഗജവീരനെ അവിടെ കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നിന്ന് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് പുറത്തേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് ആനപ്പുറത്ത് കയറ്റി അവിടെ കുടയും എല്ലാം കൊടുത്ത് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് അതിൻ്റെതായ ഉചിതമായ താളമേളങ്ങളോടുകൂടി പുറത്തേക്ക് കടന്ന് അവിടെയും വലന്തലയിൽ ഉള്ള ചടങ്ങുകൾ കൂട്ടുകൾ എല്ലാം അവസാനിച്ച് നാദസ്വരത്തോടുകൂടി ശാസ്താവ് പെരുവനത്തേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്ത് പടിഞ്ഞാറോട്ട് അസ്തമന സൂര്യന്റെ തങ്കപ്രഭ ആനയിൽ അലങ്കരിച്ചിരിക്കുന്ന തങ്ക കലകളിൽ ലയിച്ചു ചേർന്ന് അതിസുന്ദരമായ ഒരു ആസ്വാദ്യകരമായ ഒരു പ്രഭാപൂരം പരത്തിക്കൊണ്ട് ഒരു സ്വർണമയമായ ഒരു പൂഞ്ചോല അല്ലെങ്കിൽ കാഞ്ചന ചോല ഒഴുകി മന്ദം അടിവെച്ച് മന്ദഗാമിയായി പോരുന്ന ആ വരവും അതിനോടനുബന്ധിച്ച് സ്വരരാഗസയുധയുടെ പൂഞ്ചോലകൾ ഒഴുക്കിക്കൊണ്ട് പോകുന്നതായ നാദസ്വരത്തിൻ്റെയും വിശിഷ്ടമായ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ലഹരിയിലും അതുപോലെ തന്നെ സ്വരരാഗസുധയിലും മുങ്ങി പ്രപഞ്ചം മുഴുവൻ, ആ പ്രദേശം മുഴുവൻ ഭക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും സൗന്ദര്യത്തെ ലഹരിയിലെയും മുക്കിക്കൊണ്ട് ഭക്തജനങ്ങളോടുകൂടി പോകുന്ന ആ പോക്ക് അതിനോട്
ഉപമിക്കാൻ അതുമാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുന്നിടത്തെല്ലാം പല പ്രത്യക്ഷമായ പല പുണ്യസ്ഥലങ്ങളിലും നിൽക്കുമ്പോൾ ശംഖു വിളിച്ച് ആണ് പോവുക. ഏഴുകണ്ടം, അതുപോലെ തന്നെ കൈതവളപ്പ്, പല്ലിശ്ശേരി സെന്റർ എന്നിടങ്ങളിൽ കൂടി, തേവർ റോഡ് എന്നിവിടങ്ങളിൽ കൂടി പോയി അവിടെ മൂപ്പൻ തെരുവ് എന്ന് പറയുന്ന ഒരു റോട്ടിന്റെ ഭാഗത്ത് പന്തലിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്ത് ദേവൻ വരുമ്പോൾ കുറച്ച് നേരം നിൽക്കുകയും അവിടെ നിന്നങ്ങോട്ട് നടപ്പു വിളിച്ച്, ഭക്തജനങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, നടപ്പു വിളിച്ചിട്ടാണ് ഊരകം അമ്പലത്തിന്റെ തിരുനടയിൽ, കിഴക്കേ നടയിൽ വരെ ചെല്ലുക. അവിടെ നിന്നങ്ങോട്ട് ദേവൻ വരുന്നു എന്നുള്ള അറിയിപ്പ് ഭഗവതിക്ക്, ഊരകത്തമ്മ തിരുവടിക്ക് കൊടുത്തുകൊണ്ട് ആദരവോടുകൂടി ഒരു പ്രത്യേക തരത്തിലുള്ള മേളം കൊട്ടി ഊരകത്തെ കിഴക്കേ നട വടക്കോട്ട് കടക്കുന്നു. അതിനുശേഷം മേളം നിർത്തി നാദസ്വരത്തോടു കൂടി തന്നെ അവിടെ പെരുവനത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പെരുവനത്ത് ക്ഷേത്രത്തിലേക്ക് ശാസ്താവ് എഴുന്നള്ളിക്കുന്നതിന് മുൻപേ തന്നെ അവിടെ കടലാശ്ശേരി ഭഗവതി അവരുടെ കയറ്റപ്പൂരം ആചാരപരമായി കഴിച്ചുകൊണ്ട് പെരുവനം ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് കിഴക്കോട്ട് ആറാട്ട്, തൊടുകുളത്തിലെ ആറാട്ടിനു വേണ്ടി ഇറങ്ങിപ്പോയി കാണും. അത് കഴിഞ്ഞാൽ ആറാട്ടുപുഴ ശാസ്താവിന് പെരുവനം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. അവിടെ വന്ന് 6 മണിക്ക് ശേഷം അതിഗംഭീരമായ 7 ആനകളോടുകൂടി അണിനിരത്തിക്കൊണ്ട് എല്ലാവിധ വർണ്ണങ്ങൾ ചാർത്തിയ ആഭരണങ്ങളും അണിയിച്ചുകൊണ്ട് പന്തത്തിന്റെയും അങ്ങനെ തുടങ്ങിയ സർവ വിസ്മയപൂർണമായ നിന്നുകൊണ്ടുള്ള ആ സമയത്ത് ആറാട്ടുപുഴ ശാസ്താവിന്റെ പെരുവനം പൂരത്തിനുള്ള പാണ്ടിയുടെ ആദ്യത്തെ കോല് വീഴുകയും അത് മന്ദഗതിയിലും ദ്രുതഗതിയിലും മന്ദഗതിയിലുമായി ഉയർന്നും താഴ്ന്നും മേളം പെരുക്കി നീങ്ങുന്നു. അങ്ങനെ ഒരു താളവട്ടം കഴിയുന്നതോടുകൂടി കിഴക്കേ നടയിലേക്ക്, പെരുവന ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നട കടന്ന് ആ ഉയർന്ന പ്രദേശത്ത് ആനകളെ അണിനിരത്തി പാണ്ടിമേളം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പാണ്ടിമേളത്തിന്റെ കൊട്ടിത്തകർക്കുന്നതിലെ ഓടുകൂടി ഏകദേശം 9:45 മണിയോടുകൂടി പൂരം അവസാനിച്ച് ശാസ്താവ് തൊടുകുളത്തിന്റെ ഭാഗത്തേക്ക് ശാസ്താവിനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നു. അവിടെ ആ സമയത്ത് തൊട്ടിപ്പാളും ചാത്തക്കുടവും പൂരത്തിൽ വിലീനമായിട്ടുണ്ടായിരിക്കും. അവരുടെ പൂരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അതിൻ്റെ ഒരു സൈഡിൽ കൂടി പോയി തൊടുകുളത്തിന്റെ ഭാഗത്ത് ശാസ്താവ് നിൽക്കുന്നു. ചാത്തക്കുടത്തിന്റെ പൂരം ദേശം 11 മണിയോടുകൂടി അവസാനിച്ചു കഴിഞ്ഞാൽ ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാളിനോട് ക്ഷേത്രത്തിൽ പോയി ഉപചാരം കഴിഞ്ഞ് ചാത്തക്കുടം ഊരകത്തിനോട് ചേരുവാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് ഊരകം അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും. ഊരകം അമ്മ തിരുവടി തൊടുകുളത്തിൽ പോയി വിളക്കാചാരങ്ങളും അവിടുത്തെ മറ്റ് ആചാര സംബന്ധമായ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആറാട്ടുപുഴ ശാസ്താവ് ഇവിടെ വന്നു നിൽക്കുന്നതിന് മുന്നേ
ഇവിടെ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന മേടംകുളം ശാസ്താവും കല്ലേലി ശാസ്താവും ആ സമയത്ത് അവരുടേതായ ആനകളിൽ കയറ്റി എഴുന്നള്ളിച്ച് സെൻട്രൽ കമ്മിറ്റി കൊടുക്കുന്നതായ നല്ല വലിയ കോലങ്ങളും കൊടയും മറ്റ് ഏന്തിക്കൊണ്ട് ശാസ്താവിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിക്കൊണ്ട് നടയിലേക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് കയറുകയും അവിടെ പഞ്ചാരി മേളം കൊട്ടിത്തിമിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയുടെ താഴെ വരെ മേളം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത ആചാരസംബന്ധമായ അല്ലെങ്കിൽ പഴമയിൽ അധിഷ്ഠിതമായ ഒരു സംഭവം. പണ്ട് കാലത്ത് ഇവിടെ ആറാട്ടുപുഴ ശാസ്താവിന് ആദ്യമായി കയറ്റം ആയിരുന്നു. കയറ്റത്തിന് പഞ്ചാരി മേളമാണ് പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ നടയിൽ, പെരുമലം നടയിൽ കയറ്റവും ഇറക്കവും പഞ്ചാരി മേളമേ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഏതോ കാലത്ത് ഏതോ ചില നാട്ടുപ്രമാണിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി ചാത്തക്കുടത്തിന് പഞ്ചാരി മേളം വേണമെന്ന് ശഠിച്ചപ്പോൾ ആറാട്ടുപുഴയ്ക്ക് അത് പാണ്ടിമേളമാക്കി മാറ്റുവാനുള്ള അവകാശവും ഉണ്ടായി. അങ്ങനെയാണ് ശാസ്താവിന് പാണ്ടിമേളം അനുവദിച്ചു കൊടുത്തതും. പണ്ട് പഞ്ചാരി മേളമായി കയറി പോന്നിരുന്നു എന്നുള്ളതിൻ്റെ സ്മരണയ്ക്കായി ഇവിടെ പഞ്ചാരി മേളം കൊട്ടി കയറിപ്പോരുകയും ചെയ്തു ഇരുന്നത് എന്ന് പഴമക്കാർ പറയുന്നു. തുടർന്ന് ആറാട്ടുപുഴ ശാസ്താവ് എഴുന്നള്ളി ക്ഷേത്രത്തിലൂടെ ഊരാളന്റെ സ്ഥലമായ മനക്കിലേക്ക് എഴുന്നള്ളിച്ചു പോവുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. നേരം പുലർന്ന് മറ്റെല്ലാ പൂരങ്ങളും പെരുവനത്ത് കഴിഞ്ഞതിന് ശേഷം ചേർപ്പ് ഭഗവതി തൊടുകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് മടങ്ങി പെരുവനം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആറാട്ടുപുഴ ശാസ്താവ് ചേർപ്പിന് ഉപചാരം കൊടുക്കുവാൻ വേണ്ടി എല്ലാവരും പോയതിന് ശേഷമാണത് പെരുവനം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ആറാട്ടുപുഴ ചേർപ്പ് ഭഗവതി മുമ്പും ആറാട്ടുപുഴ പിന്നിലുമായി അവിടെ 3 ഉപചാരം ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് നൽകുന്നു. ഇതിൽ ഒരു പ്രത്യേകത, ചേർപ്പിന് ശാസ്താവ് 5 ഉപചാരമാണ് സാധാരണ കൊടുക്കുക എല്ലായിടത്തും. എന്നാൽ തിരുമേനിയുടെ തന്ത്രിയുടെ കർശനമായ എന്തോ നിർബന്ധം എന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് തൻ്റെ തട്ടകത്തില് 3 ഉപചാരം മാത്രം കൊടുത്താൽ മതി എന്ന ഒരു കൽപ്പനയാണ് പുറപ്പെടുവിച്ചത്. തന്ത്രിയെ മറികടക്കാൻ പാടില്ലല്ലോ. മറ്റ് ആൾക്കാർ, ക്ഷേത്രത്തിന്റെ പൂരത്തിന്റെ നടത്തിപ്പുകാർ അത് അതേപടി അനുസരിക്കുകയും ഉപചാരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് ആറാട്ടുപുഴയിലേക്ക് പോരുകയും വഴിനീളെ പറകൾ എടുത്ത് വാദ്യമേളങ്ങളോടുകൂടി നാദസ്വര ലഹരിയിൽ ആറാട്ടുപുഴയിൽ വന്ന് ഇറക്കി എഴുന്നള്ളിച്ച് പൂജാസംബന്ധമായ എല്ലാ കാര്യങ്ങളും അവിടെ നടത്തുന്നതോടെ പെരുമനം പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും തീരുന്നു. ആയില്യം ദിവസം ശാസ്താവിന് പൂർണ്ണ വിശ്രമമാണ്. പിറ്റേ ദിവസം മകം ദിവസം നേരം പുലർന്ന് പൂജാസംബന്ധമായ വിശേഷ